പാകിസ്ഥാൻ കലാപത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീകെ ഇൻസാഫ് പാർട്ടി അധ്യക്ഷനുമായ ഇമ്രാൻഖാൻ അറസ്റ്റിലായതിനു ശേഷം രാജ്യം വ്യാപകമായ പ്രതിഷേധത്തിനാണ് സാക്ഷിയാകുന്നത്. ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് പുറത്തുവെച്ച അർദ്ധസൈനിക വിഭാഗം ഇമ്രാനെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട്. അഴിമതി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. പ്രധാനമന്ത്രിയായിരിക്കെ വിദേശത്ത് നിന്ന് ലഭിച്ച വിലയേറിയ സമ്മാനങ്ങൾ കൂടിയ വിലയ്ക്ക് വിറ്റെന്നും ഇതിന്റെ കണക്കുകൾ മറച്ചുവെച്ച് നികുതി വെട്ടിച്ചു എന്നതുമായി ബന്ധപ്പെട്ട തോഷാഖാന കേസിലാണ് അറസ്റ്റെന്നാണ് വിവരം. പാക് പ്രാദേശിക മാധ്യമങ്ങളാണ് അറസ്റ്റ് വിവരം പുറത്തുവിട്ടത്. അറസ്റ്റിനെ തുടർന്ന് പാകിസ്ഥാനിൽ വ്യാപകമായി സംഘർഷം അരങ്ങേറുകയാണ്. PTI പ്രവർത്തകരും പോലീസും പലയിടങ്ങളിലും ഏറ്റുമുട്ടി. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, സംഘർഷ സാധ്യത വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ മാറുകയാണോ? അതേത് രീതിയിൽ തടയാനുള്ള നീക്കങ്ങൾ എത്രത്തോളം ശക്തമാക്കുകയാണ് പ്രതിഷേധം PTI പ്രവർത്തകർ? പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അത്രയും സംഘർഷത്തിന്റെ വാർത്തകളാണ്. പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയുടെ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും പോലീസുമായി ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. റാവൽപിണ്ടിയിലെ സൈന്യത്തിന്റെ ആസ്ഥാനത്തിലേക്കടക്കം പ്രക്ഷോഭകാരികൾ കടന്നു കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ISAയുടെ ആസ്ഥാനത്തേക്കും പ്രക്ഷോഭകാരികൾ പ്രക്ഷോഭവുമായി എത്തി. അവിടെ വാഹനങ്ങൾക്ക് തീവച്ചു, അവിടെ വെടിവെപ്പുണ്ടായി എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വെടിവെപ്പിൽ എത്ര പേർ മരിച്ചു എന്നതിനെ സംബന്ധിച്ചോ ആരുടെയെങ്കിലും മരണം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും ഇതുവരെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. സമൂഹ മാധ്യമങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാനിൽ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ബന്ധവും പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. എന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലെ വിഷ്വലുകൾ, ദൃശ്യങ്ങൾ, കലാപത്തിന്റെ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസുമായി ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ഇവയിൽ നിന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം ഇത്തരം കലാപങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് PTIയുടെ തലവനും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി വളപ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കോടതി വളപ്പിൽ വെച്ചാണോ അറസ്റ്റ് ചെയ്തത് അതോ കോടതിയുടെ പരിസരത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. PTIയുടെ ഭാഗത്ത് നിന്ന് വരുന്ന അറിയിപ്പ് കോടതിക്കുള്ളിൽ വെച്ചാണ്, കോടതി വളപ്പിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നതോടുകൂടിയാണ് PTIയുടെ പ്രവർത്തകർ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർത്തിയത്. ഈ പ്രതിഷേധമാണ് പല സ്ഥലങ്ങളിലേക്കും പ്രക്ഷോഭമായി മാറുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. പോലീസും അർദ്ധസൈന്യ വിഭാഗവും ഈ സംഘർഷം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ രാത്രി വൈകിയും ഈ ശ്രമങ്ങൾ ഏറെ വിജയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇമ്രാൻഖാന്റെ സഹോദരി തന്നെ സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് അറസ്റ്റല്ല, ഇത് അദ്ദേഹത്തെ തട്ടിയെടുക്കലായിരുന്നു. ബലം പ്രയോഗിച്ചാണ് അദ്ദേഹത്തെ തട്ടിയെടുത്തത്. നൂറുകണക്കിന് പാക് റേഞ്ചേഴ്സ് നിന്ന് അവരുടെ നിരക്ക് ഇമ്രാൻഖാനെ വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം കാണാമായിരുന്നു. ഈ കോടതി വളപ്പിൽ വെച്ച് ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടായതിനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം അതിനിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. അത്തരം അറസ്റ്റ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ആ കേസിൽ നിയമപരമായ തീരുമാനമെടുക്കൽ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതി വളപ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിലുള്ള അദ്ദേഹത്തിനുള്ള അതൃപ്തി കൂടി അറിയിക്കാൻ വേണ്ടി ഇസ്ലാമാബാദിലെ പോലീസ് തലവനെ നേരിട്ട് ഹാജരാകാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹത്തോടും ഈ അറസ്റ്റിൻ്റെ വിവരം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് പിന്നീടാണ് അറസ്റ്റ് സമയത്ത് എന്തിനാണ് അറസ്റ്റ് എന്നതടക്കം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അറസ്റ്റ് സ്ഥിരീകരിക്കാൻ തയ്യാറായത്. അൽ ഖാദിർ ട്രസ്റ്റ് കേസിലാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇമ്രാൻഖാനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. പലതവണ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോഴെല്ലാം PTIയുടെ പ്രവർത്തകർ ഇതിനെ ചെറുക്കുകയായിരുന്നു. ഇതിനൊടുവിലാണ് ഇന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ വന്ന ഈ കേസുകളിലൊക്കെ ജാമ്യം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ജാമ്യം എടുക്കാൻ വേണ്ടി വന്നപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ അറസ്റ്റ് ഉണ്ടായത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് 2 ദിവസം മുമ്പാണ് പാകിസ്ഥാൻ ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ പാക് സൈന്യത്തെയും ഒരു തരത്തിൽ അപഹസിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനം ഇമ്രാൻഖാൻ ഉയർത്തിയത്. പ്രധാനമായും അതിൻ്റെ പ്രകോപനം കൂടിയാവണം അറസ്റ്റ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. പാകിസ്ഥാനിലാകെ ഇപ്പോൾ ഉയരുന്ന മുദ്രാവാക്യം, പ്രധാനമായും PTI പാർട്ടി പ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യം ഈ സൈന്യം ആണ് ഭീകരതയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ്. യൂണിഫോമാണ് ഈ ഭീകരതയ്ക്ക് പിന്നിൽ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇറക്കുമതി സർക്കാരിനെ ഇറക്കുമതി സർക്കാരിനെ പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൈന്യം അതെത്രത്തോളം സജ്ജമായിരിക്കുന്നു? സൈന്യത്തിന്റെ മുന്നൊരുക്കങ്ങൾ, നീക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ്?
ഇമ്രാൻഖാനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പാകിസ്ഥാനിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു നേതാവ് എന്ന് പോലും വിലയിരുത്താൻ കഴിയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഭരണകൂടം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. എന്നാൽ പലതവണ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം പാർട്ടി പ്രവർത്തകർ നിന്ന് ചെറുക്കുകയായിരുന്നു. ഇന്റർനാഷണൽ അനലിസ്റ്റുകളടക്കം രണ്ട് തരത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഒന്ന്, ഇത് പാക് ഭരണകൂടം ഇത്തരമൊരു പ്രക്ഷോഭം ഉണ്ടാവാനുള്ള സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെ ആവണം ഇത്തരമൊരു അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തതും. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ദൃശ്യത്തിന്റെ സോഴ്സ് ഇപ്പോഴും വ്യക്തമല്ല. അത് ചിലപ്പോൾ പാക് ഭരണകൂടം തന്നെയാവും പുറത്തുവിട്ടത് എന്ന തരത്തിലും ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ കടുത്ത അരക്ഷിതാവസ്ഥയിൽ നിൽക്കുകയാണ്. സൈന്യത്തിന് ഒരു ഇടപെടൽ വേണ്ട ഒരവസ്ഥയുണ്ട്. സൈന്യത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇമ്രാൻഖാനും പിറ്റിഐയും ഉയർത്തുന്നത്. സാധാരണഗതിയിൽ പാകിസ്ഥാനിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും സൈന്യത്തെ വിമർശിക്കാതെ മാറി നിൽക്കുക, സൈന്യത്തിൻ്റെ ഒരു സപ്പോർട്ട്, പരോക്ഷ സപ്പോർട്ട് ഉറപ്പാക്കുക എന്നുള്ള തന്ത്രമുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ സൈന്യമടക്കം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സൈന്യമടക്കം ഇമ്രാൻഖാനെ അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പിന്നീടാണ് സൈന്യവുമായി തെറ്റിയത്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സൈന്യവുമായി അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇമ്രാൻഖാനും പിറ്റിഐയും ഉള്ളത്. പിറ്റിഐ നേതൃത്വം രൂക്ഷമായി തന്നെ സൈന്യത്തെ വിമർശിക്കുന്ന അവസ്ഥയടക്കമുണ്ട്. ഇത്തരത്തിൽ സൈന്യത്തിന് ഒരു ഇടപെടലിന് കൂടി പാകിസ്ഥാനിലേക്ക് ഒരു സാഹചര്യം ഒരുക്കുക, അതിൻ്റെ കൂടി ഭാഗമായി ഭരണകൂടം ബോധപൂർവം സൃഷ്ടിച്ച ഒരു കലാപമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ചിലപ്പോൾ ആ ഒരു സാധ്യത കൂടി ഇന്റർനാഷണൽ അനലിസ്റ്റുകൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ മറ്റ് രാജ്യങ്ങളെ നിയമവ്യവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ അവർ നിയമം പാലിക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ്റെ സംഭവവികാസങ്ങളെ നമുക്ക് വിലയിരുത്താനാവില്ല. അതുകൊണ്ട് തന്നെ കോടതി വളപ്പിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നത് പാകിസ്ഥാനിൽ മാത്രമല്ല നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും സ്വീകരിക്കുന്ന ഒരു നയമാണ്, അവിടെ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനിൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സൈന്യത്തിനോ അർദ്ധസൈന്യ വിഭാഗത്തിനോ അല്ലെങ്കിൽ പോലീസിനോ ജനങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പെഷവാറിലും കറാച്ചിയിലും ഗിൽജിത്തിലുമെല്ലാം അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം സമരങ്ങൾ തുടരുകയാണ്. ജാഗരൂകമായി ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ പരസ്യ പ്രതികരണം നടത്തുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഇന്ത്യ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പാകിസ്ഥാനിലെ സ്ഥിതിഗതികളെ വീക്ഷിക്കുന്നത്. പാകിസ്ഥാനിൽ സമാധാനം പുലരേണ്ടത് അയൽരാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് കൂടി അനിവാര്യമാണ്. പാകിസ്ഥാന്റെ സ്ഥിതി കൈവിട്ടു പോകുന്നത്, ഭീകരർക്ക് അവിടെ കൂടുതൽ നിയന്ത്രണം വരുന്നത്, സൈന്യത്തിന് നിയന്ത്രണം വരുന്നത് ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒന്നല്ല. അതിർത്തി പ്രദേശങ്ങളിലടക്കം സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലേക്കാവും പാകിസ്ഥാൻ നീങ്ങുന്നത് എന്നുള്ളത് സംബന്ധിച്ച സൂക്ഷ്മമായ വിലയിരുത്തൽ തന്നെയാണ് ഇന്ത്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പാകിസ്ഥാനിലെ ഒരു ഭീകരരുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ സൈന്യത്തിന് കൂടുതൽ സ്വാധീനമുള്ള, ഭീകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരോ അല്ലെങ്കിൽ ഭരണ സംവിധാനമോ വരരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ആഗ്രഹം. കിരൺ ബാബു വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. India's largest. നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. ആ അക്കൗണ്ടബിലിറ്റി വേണം നമുക്ക്. ഓരോ ആളിന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് ഓരോ പ്രവർത്തകന്റെയും ഓരോ നേതാവിന്റെയും പ്രവർത്തകന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്ന കെ സുധാകരൻ. മനഃപൂർവ്വമല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അതിന് കാരണമെന്നും പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയാത്തത് വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC നേതൃയോഗത്തിൽ സുധാകരന്റെ തുറന്നു പറച്ചു. COC രൂപീകരിക്കുകയും COC പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്താൽ പാർട്ടിയുടെ ദൗർബല്യം, താഴെത്തട്ടിലെ ദൗർബല്യം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ കോൺഗ്രസ് ഒരു റിവൈവലിന്റെ വഴിയിലേക്ക് കടന്നു വരും എന്നതാണ് എന്റെ പൂർണ്ണ വിശ്വാസം. നിങ്ങളും അത് മുകളിലേക്കെടുക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് പോകണം. സംഘടനാ രംഗത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. ആ അക്കൗണ്ടബിലിറ്റി വേണം നമുക്ക്. ഓരോ ആളിന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് ഓരോ പ്രവർത്തകന്റെയും ഓരോ നേതാവിന്റെയും പ്രവർത്തകന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്ന കെ സുധാകരൻ. മനഃപൂർവ്വമല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അതിന് കാരണമെന്നും പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയാത്തത് വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC നേതൃയോഗത്തിൽ സുധാകരന്റെ തുറന്നു പറച്ചു.
COC രൂപീകരിക്കുകയും COC പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്താൽ പാർട്ടിയുടെ ദൗർബല്യം, താഴെത്തട്ടിലെ ദൗർബല്യം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ കോൺഗ്രസ് ഒരു റിവൈവലിന്റെ വഴിയിലേക്ക് കടന്നു വരും എന്നതാണ് എന്റെ പൂർണ്ണ വിശ്വാസം. നിങ്ങളും അത് മുകളിലേക്കെടുക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് പോകണം. സംഘടനാ രംഗത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. ആ അക്കൗണ്ടബിലിറ്റി വേണം നമുക്ക്. ഓരോ ആളിന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് ഓരോ പ്രവർത്തകന്റെയും, ഓരോ നേതാവിന്റെയും പ്രവർത്തകന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്ന കെ സുധാകരൻ. മനഃപൂർവ്വമല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അതിന് കാരണമെന്നും പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയാത്തത് വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC നേതൃയോഗത്തിൽ സുധാകരന്റെ തുറന്നു പറച്ചു. COC രൂപീകരിക്കുകയും COC പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്താൽ പാർട്ടിയുടെ ദൗർബല്യം, താഴെത്തട്ടിലെ ദൗർബല്യം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ കോൺഗ്രസ് ഒരു റിവൈവലിന്റെ വഴിയിലേക്ക് കടന്നു വരും എന്നതാണ് എന്റെ പൂർണ്ണ വിശ്വാസം. നിങ്ങളും അത് മുകളിലേക്കെടുക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് പോകണം. സംഘടനാ രംഗത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. തമിഴ്നാട്ടിലെ PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. മധുര, ചെന്നൈ, ഡിണ്ടിഗൽ, തേനി ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. പളനിയിലെ പരിശോധനയ്ക്കിടെ മധുരൈ മേഖലാ ചീഫ് മുഹമ്മദ് ഖൈസർ പിടിയിലായി. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി സാദിഖിന്റെ വീട്ടിൽ നിന്ന് വിവിധ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തു. കശ്മീരിൽ ഭീകരർക്ക് പ്രാദേശിക പിന്തുണ ലഭിച്ചെന്ന സംശയത്തെ തുടർന്ന് വ്യാപക പരിശോധനയുമായി NIA. 5 ജവാന്മാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഭീകരർക്ക് താമസ സ്ഥലവും ആയുധ സഹായവും ഭക്ഷണവും നൽകിയെന്നാണ് സുരക്ഷാ സേന കരുതുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട 6 പേരെ ജമ്മു കശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ചീറ്റപ്പുലികളിൽ ഒന്നുകൂടി ചത്തു. ദക്ഷ എന്ന് പേരിട്ട പെൺചീറ്റയാണ് കുനോ നാഷണൽ പാർക്കിൽ ചത്തത്. മറ്റ് ചീറ്റകളുമായി ഏറ്റുമുട്ടി മാരകമായി മുറിവേറ്റതാണ് മരണകാരണം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിച്ച 8 ചീറ്റകളിൽ 2 എണ്ണം അസുഖം ബാധിച്ച് നേരത്തെ ചത്തിരുന്നു. ഇതോടെ ആകെ ചത്ത ചീറ്റകളുടെ എണ്ണം 3 ആയി. കർണാടകം നാളെ പോളിംഗ് ബൂത്തിൽ. കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക് 224 മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. വിജയമുറപ്പെന്ന് BJPയും കോൺഗ്രസും ആവർത്തിക്കുമ്പോൾ കിങ് അല്ല കിങ് മേക്കർ ആകുമെന്നാണ് JDSന്റെ അവകാശവാദം. BJPക്ക് തുടർഭരണമുണ്ടാകുമോ? കോൺഗ്രസ് അധികാരം പിടിക്കുമോ? സർക്കാർ രൂപീകരണത്തിൽ JDS നിർണായകമാകുമോ? 5.2 കോടി വോട്ടർമാർ സംസ്ഥാനം ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് വോട്ടർമാരെ നേരിൽ കാണുന്നതിന്റെയും ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഹുബ്ബള്ളി വിജയനഗറിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ച മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഹനുമാൻ ചാലിസ ചൊല്ലിയപ്പോൾ PCC പ്രസിഡന്റ് DK ശിവകുമാർ ബംഗളൂരുവിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ചു. പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായതും ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെ നിരോധിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനമായിരുന്നു. കർണാടകയെ 1ാം നമ്പർ സംസ്ഥാനമാക്കാൻ പിന്തുണ നൽകണമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി हर कन्नडिगा की आंखों का सपना मेरा सपना है. आपका संकल्प मेरा संकल्प है. जब हम साथ मिलकर कोई लक्ष्य तय करेंगे तो दुनिया की कोई शक्ति हमें उस लक्ष्य की प्राप्ति से रोक नहीं पाएगी. BJPക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പ്രചാരണം നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രചാരണത്തിനെത്തി. വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ BJPയും കോൺഗ്രസും JDSഉം ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ മാന്ത്രിക സംഖ്യയായ 113 സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ കഴിയുമോ എന്ന ആശങ്കയും പാർട്ടി നേതൃത്വങ്ങൾക്കുണ്ട്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ബംഗളൂരുവിൽ നിന്നും ER രാഗേഷ്, News 18.
കർണാടകത്തിൽ 141 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ ന്യൂസ് 18നോട്. സർവേകളിൽ വിശ്വസിക്കുന്നില്ല. സർവേകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടും. BJPയുടെ ഇരട്ട എഞ്ചിൻ പരാജയപ്പെട്ടതിനാൽ ബജ്രംഗ് ദൾ നിരോധന വിഷയം വൈകാരികമാക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുകയാണ്. എന്നാൽ അത് വിലപ്പോകില്ല. മുഖ്യമന്ത്രി ആരെന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും DK ശിവകുമാർ പറഞ്ഞു. Since Prime Minister has failed on its double engine, he is taking an issue which has no issue. First, he should answer to the people of Karnataka in this double engine government what he has done, whether he has helped in creating job, whether he has reduced price rise, whether he has doubled the income of every common man. This issue has to be, he is trying to take things emotionally. Emotional doesn't work. For example, you are an employee. Today, petrol, diesel, gas, all these essential commodity prices up. Whether you have got your extra source of income or your income has been double, that he has to answer to the people, not on this emotional issue which gives never support to the common man. ഒരിടവേളയ്ക്ക് ശേഷം രാജസ്ഥാൻ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്തിനെതിരെ ആഞ്ഞടിച്ച് സച്ചിൻ പൈലറ്റ് രംഗത്തെത്തി. സോണിയാഗാന്ധിയല്ല, BJP നേതാവ് വസുന്ധര രാജയാണ് ഗെഹ്ലോത്തിന്റെ നേതാവെന്നാണ് പൈലറ്റിന്റെ വിമർശനം. വസുന്ധര രാജയുടെ കാലത്തെ അഴിമതികൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ചിലർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നു. അഴിമതിക്കെതിരെ വ്യാഴാഴ്ച അജ്മീർ മുതൽ ജയ്പൂർ വരെ ജൻസംഘർഷ യാത്ര നടത്തുമെന്നും സ്വന്തം നിലയ്ക്കാണ് യാത്രയെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. 2020 രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ നടത്തിയ അട്ടിമറി നീക്കം തടയാൻ സഹായിച്ചത് വസുന്ധര രാജയാണെന്ന ഗെഹ്ലോത്തിന്റെ വെളിപ്പെടുത്തൽ പിന്നാലെയാണ് മറുപടിയുമായി സച്ചിൻ പൈലറ്റ് രംഗത്തെത്തിയത്. ബോട്ട് ദുരന്തത്തിൽ പൊലിഞ്ഞത് 22 ജീവനുകൾ. സംഭവിച്ചത് മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയല്ല, കൊലപാതകം തന്നെയാണ്. കേരള മനസാക്ഷിക്ക് ഒരു തർക്കവുമില്ലാത്ത കാര്യം. ബോട്ടുടമ P നാസറിനെതിരെ ശക്തമായ വകുപ്പ് ചുമത്തിയിരിക്കുന്നു. നാസറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ തിരൂർ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം കോടതിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തു. നാസറിനെ വിട്ടുകിട്ടാൻ പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ബോട്ടുടമ P നാസറിനെതിരെ ശക്തമായ വകുപ്പാണ് പോലീസ് ചുമത്തിയത്. താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അപകടമായ കാര്യമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ മറ്റൊരു സമാധാനം കൂടാതെ സ്വയം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റകരമായ നരകത്തിയ അത് കൊലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാസറിന് പുറമെ ബോട്ട് ഡ്രൈവർ ദിനേശൻ, അയാളുടെ സഹായി എന്നിവരാണ് ഈ ഘട്ടത്തിൽ പ്രതിപട്ടികയിലുള്ളത്. കേസ് അന്വേഷിക്കാൻ കുസാറ്റിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും. ബോട്ടിന്റെ രൂപമാറ്റം മുതലായ കാര്യങ്ങളിൽ ഇവരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താകും അന്വേഷണമെന്നും SP പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ താനൂർ DYSP VV ബെന്നിയാകും കേസ് അന്വേഷിക്കുക. ഇന്നലെ കോഴിക്കോട്ട് നിന്നാണ് നാസറിനെ മലപ്പുറം SPയുടെ പ്രത്യേക സംഘം പിടികൂടിയത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൂവൽ തീരത്തെ ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ താനൂർ നഗരസഭ തീരുമാനിച്ചു. അതുവരെ താൽക്കാലികമായി ഇത്തരം സംവിധാനങ്ങളൊക്കെ വാക്കാൽ നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. അതൊക്കെ നിർത്തിവെക്കാൻ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളൊക്കെ നിർത്തിവെക്കാൻ നമ്മൾ നിർദ്ദേശം നൽകിയതാണ്. അത് ഈ മീറ്റിംഗിലെ തീരുമാനം വരുന്നവരെ തൽക്കാലം അത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബോട്ടുടമയ്ക്ക് പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് വാർഡ് കൗൺസിലറും കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും അവരുടെ ഇടപെടലുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ പോലീസ് നിർത്തിവെച്ച സർവീസ് വീണ്ടും തുടങ്ങാനുള്ള അനുമതി എങ്ങനെ കിട്ടിയത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. താനൂർ ബോട്ട് ദുരന്തത്തിൽ ആരോപണവുമായി മുസ്ലിം ലീഗ്. ബോട്ടുടമ P നാസറിന്റെ അറസ്റ്റ് അഡ്ജസ്റ്റ്മെന്റാണെന്ന് ലീഗ് നേതാവ് KP മജീദ് ന്യൂസ് 18നോട് പറഞ്ഞു. നാസറിന് ഭരണകക്ഷിയിൽ സ്വാധീനമുണ്ടെന്നും ബോട്ട് സർവീസ് നടത്താൻ അനുമതി കൊടുത്ത എല്ലാവർക്കുമെതിരെയും നടപടി വേണമെന്നും KP മജീദ് ആവശ്യപ്പെട്ടു. ഇതിന് ഉത്തരവാദപ്പെട്ട ലൈസൻസ് കൊടുത്തതാണ്, ആരതിന് അനുവാദം കൊടുത്തത് എന്ന് നോക്കി അവരെ പേര് ആദ്യം നടപടിയെടുക്കണം. എന്തെങ്കിലല്ലേ ഇതിനെ സംബന്ധിച്ച് ആളുകൾ ഗൗരവത്തിൽ അന്വേഷണത്തിന് ഗവൺമെന്റ് എടുത്തു എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ പേരിൽ അടിയന്തരമായി അന്വേഷണം നടത്തിയതിനോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോകണം. ഇല്ലെങ്കിൽ ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. പിന്നെ ഈ ബോട്ടുടമ എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും പരാതികളും കാര്യം വന്നിട്ട് പോലും അത് അവഗണിച്ചു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭരണ സ്വാധീനം സ്വാഭാവികമായും ഈ കേസിലെയും ബാധിക്കും. ഇപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതന്നെ ഒരു പ്രശ്നമാണ് എന്നാണ് എല്ലാ ആളുകളും വിശ്വസിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് പരിഗണിക്കാവുന്ന വിഷയമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എല്ലായിടത്തും ശാസ്ത്രീയമായി നീന്തൽ പഠിക്കുന്നതിനായി നീന്തൽ കുളങ്ങൾ ഇല്ല എന്നതാണ് അടിസ്ഥാന പ്രശ്നം. ചില സ്കൂളുകളിൽ നീന്തൽ കുളങ്ങളുണ്ട്. ഒരു പരിധിവരെയുള്ള സ്കൂളുകളിൽ നീന്തൽ കുളങ്ങൾ സ്ഥാപിക്കാൻ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾ നേതൃത്വം നൽകുന്ന വാർത്താ പരിപാടിയായ പാഠം 4-ലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം.
കുട്ടികൾക്ക് പരമാവധി നീന്തൽ പരിശീലനം കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നീന്തൽ പരിശീലനം കൊടുക്കുക. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ പരമാവധി കുട്ടികളെ നമുക്ക് നീന്തൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നീന്തൽ പഠിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള നീന്തൽ കുളങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. താനൂർ ബോട്ട് അപകടത്തിൽ മന്ത്രിമാരായ വി അബ്ദുറഹ്മാനും മുഹമ്മദ് റിയാസിനുമെതിരെ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. നാസറിനെതിരെ പരാതി പറഞ്ഞ മത്സ്യത്തൊഴിലാളിയെ മന്ത്രി ശാസിച്ചു. എന്നാൽ പരാതിക്കാരനെ മന്ത്രി മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുകയായിരുന്നു. പരാതി എഴുതി കൊടുക്കാൻ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടെന്നും പരാതി എഴുതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും PK ഫിറോസ് ആരോപിച്ചു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു മന്ത്രിമാർക്കെതിരായ PK ഫിറോസിന്റെ പ്രതികരണം. മുജാഹിദ് എന്ന് പറയുന്ന അവിടെയുള്ള ഒരു മത്സ്യത്തൊഴിലാളി കൃത്യമായി അബ്ദുറഹ്മാനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഈ മുജാഹിദ് എന്ന് പറയുന്ന ഒരു നാട്ടുകാരനെ ശാസിക്കുകയാണ് ചെയ്തത്. ലൈസൻസ് ഇല്ലാതെയാണ് ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ സ്രാങ്കിന് ലൈസൻസ് ഇല്ല, അതുപോലെ തന്നെ ആ ബോട്ടിന് അവിടെ സർവീസ് നടത്താനുള്ള ലൈസൻസ് ഇല്ല, രാത്രി എങ്ങനെയാണ് ബോട്ട് സർവീസ് നടത്തുക എന്നൊക്കെയുള്ള പരാതി പറയുമ്പോൾ ആ പരാതി പറഞ്ഞ ആളെ ശാസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്തോ മാനസിക രോഗിയാണെന്ന നിലയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ടൂറിസം മന്ത്രിയോട് ഇക്കാര്യം അദ്ദേഹം പരാതിയായിട്ട് പറയുന്നത്. ടൂറിസം മന്ത്രി PAക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തോടും PAയോടും പരാതി പറഞ്ഞിട്ടും അതിനകത്തൊന്നും യാതൊരു നിലക്കുള്ള നടപടിയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മുരളി തുമ്മാര് കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കേരളത്തോടൊപ്പം നിന്ന് സംസാരിക്കുന്ന അദ്ദേഹം ഇങ്ങനൊരു ജലദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. MLA-മാർ പ്രത്യേകിച്ച് മലപ്പുറത്തെ MLA-മാർ അമീദ് മാഷും അതുപോലെ തന്നെ KP മജീദും TV ഇബ്രാഹിം അടക്കമുള്ള ആളുകൾ കളക്ടറുടെ മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച ആക്ഷേപം, ഈ തീരപ്രദേശങ്ങളിലെ ബോട്ട് സർവീസിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്കയെ സംബന്ധിച്ച് പറയുന്നു. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവർക്ക് ഇതൊന്നും ബാധകമല്ല, ഈ മാനദണ്ഡങ്ങൾ ബാധകമല്ല. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. പ്രത്യേക സംഘത്തെ ഉടൻ രൂപീകരിക്കും. നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത് ഇന്ന് രാവിലെയാണ്. തീപിടുത്തത്തിൽ ഒരു മുറി കത്തി നശിച്ചു. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിനോദിന്റെ മുറിയാണ് കത്തിയത്. 2 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീയണച്ചു. അർജന്റീനൻ നായകൻ ലയണൽ മെസ്സി സൗദി അറേബ്യൻ ക്ലബ്ബുമായി കരാർ ഒപ്പിട്ടെന്ന റിപ്പോർട്ട്. വാർത്താമാധ്യമമായ AFP ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സൗദി സന്ദർശനത്തിന് പിന്നാലെ മെസ്സിയെ 2 ആഴ്ചത്തേക്ക് PSG സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സന്ദർശനം എന്തിനാണെന്ന് വ്യക്തതയില്ലെങ്കിലും സൗദി ക്ലബ്ബുമായി കരാർ ഒപ്പിടാനുള്ള നീക്കമായിരുന്നു ഇതെന്നാണ് AFP പറയുന്നത്. 3270 കോടിക്കാണ് കരാറെന്നാണ് വിവരം. എന്നാൽ മെസ്സി സൗദി പ്രോ ലീഗിലെ അൽ ഹിലാൽ ക്ലബ്ബിൽ ചേരുമെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ തള്ളി താരത്തിന്റെ പിതാവ്. ഒരു ക്ലബ്ബുമായും ഇതുവരെ താരം ചർച്ച നടത്തിയിട്ടില്ല. സീസണിന്റെ അവസാനത്തോടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ജോർജ് മെസ്സി വ്യക്തമാക്കി. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ NCI പെയിന്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രീമിയം ഇന്റീരിയർ സ്മാർട്ട് ക്ലീൻ എമൽഷൻ വിപണിയിലിറക്കി. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ കാസിനോ ദർബാർ ഹാളിൽ നടന്ന ഡീലേഴ്സ് മീറ്റിൽ NCI പെയിന്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതിഷ് ജാക്ക് പ്രീമിയം ഇന്റീരിയർ സ്മാർട്ട് ക്ലീൻ എമൽഷന്റെ പ്രോഡക്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഇന്നിവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് അവതരിപ്പിക്കുകയാണ്. സ്മാർട്ട് ക്ലീൻ എന്ന് പേരിട്ടിട്ടുള്ള ഇന്റീരിയർ പ്രോഡക്റ്റ് ഇന്റീരിയർ വാളുകൾക്ക് റിച്ച് ഫീലിംഗ് നൽകുകയും നല്ല വാഷബിലിറ്റി നൽകുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5660, പവന് 45,250, വെള്ളി ഗ്രാം 83, കിലോയ്ക്ക് 83,000, പ്ലാറ്റിനം ഗ്രാം 3713 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.